അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അർഹമുർറാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, നമ്മുടെ പറപ്പിങ്ങൾ, സഹോദരി സഹോദരങ്ങൾ, നമ്മെ സ്നേഹിക്കുന്ന, നാം സ്നേഹിക്കുന്ന, നമുക്ക് പല ഉപകാരങ്ങളും ചെയ്തു തന്ന കടപ്പാടുള്ള എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെയും അല്ലാഹു സകല ഷർറുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ ഖൈറുകളും അല്ലാഹു നമ്മിലേക്ക് അടുപ്പിച്ചു തരുമാറാവട്ടെ. രോഗികളുടെ രോഗം അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മുടെയൊക്കെയും അസുഖങ്ങൾ അല്ലാഹു പരിപൂർണമായി ശിഫയാക്കി തരുമാറാവട്ടെ. ഗർഭിണികൾക്ക് അല്ലാഹു, നമ്മളിലുള്ള ഗർഭിണികൾക്ക് അല്ലാഹു സുഖപ്രസവം പ്രദാനം ചെയ്യട്ടെ. ജനിക്കുന്ന കുഞ്ഞുങ്ങൾ നമുക്കും അവർക്കും അല്ലാഹുവിൻ്റെ ദീനിനും ഉപകരിക്കുന്നവരാക്കി തീർക്കുമാറാവട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്ന ധാരാളം കുടുംബങ്ങൾ അല്ലാഹു തആല അവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ സന്താനങ്ങളെ നമുക്ക് യാതൊരു അംഗവൈകല്യവും ബുദ്ധിവൈകല്യവും ഇല്ലാതെ സംരക്ഷിച്ച് അള്ളാഹു നമുക്ക് സലാമത്താക്കി തെരുമാറാവട്ടെ. അമീൻ. ഖിയാമത്ത് നാൾ വരെയുള്ള നമ്മുടെ പരമ്പരയെ, സന്താന പരമ്പരയെ അള്ളാഹു സ്വാലിഹീങ്ങളുടെ പരമ്പരയാക്കി തെരുമാറാവട്ടെ. അമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. രോഗിയെ സന്ദർശിക്കുന്നതിൻ്റെ പ്രതിഫലമാണ് ഇന്നലെ നാം പറഞ്ഞത്. 70,000 മലക്കുകൾ അവനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണല്ലോ. 70,000 മലക്കുകൾ കാലത്ത് രോഗിയെ സന്ദർശിച്ച ഒരു മനുഷ്യൻ വൈകുന്നേരമാവുന്നവരെ 70,000 മലക്കുകൾ അവനക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന. അതുപോലെ വൈകുന്നേരമാണ് സന്ദർശിക്കുന്നത് എങ്കിൽ നേരം പുലരുന്നത് വരെ 70,000 മലക്കുകൾ അവനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന. അപ്പം അതിൻ്റെ ഒരു പ്രതിഫലം അതിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ കോലത്തിലുള്ള ഏത് തരത്തിലുള്ള രോഗികളെയാണ്, എത്രമാത്രം രോഗം വേണം സന്ദർശിച്ചാൽ പ്രതിഫലം കിട്ടാൻ. വല്ലാബിത്തുൽ മറദില്ലദീ യുസന്നുൽ ഇയാദത്തു മിൻഹു മാ യുബീഹു തർക്കൽ ജുമുഅ. ഇയാദത്ത് സുന്നത്തുള്ള രോഗം, നമുക്ക് സന്ദർശിക്കൽ സുന്നത്തുള്ള, അതിന് എത്രമാത്രം രോഗം വേണം. ജുമുഅ നിസ്കാരം ഉപേക്ഷിക്കൽ അനുവദനീയമാകുന്ന തരത്തിലുള്ള, അഥവാ അവനക്കൊരു ജുമുഅക്ക് പങ്കെടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വിഷമമുണ്ട് അവൻ്റെ രോഗങ്ങളെ കൊണ്ട് എങ്കിൽ, അത് വലു റമദൻ ഒരു ചെങ്കണ്ണാണെങ്കിലും ശരി, കണ്ണ് രോഗമാണ്, പോകാൻ കഴിയുന്നില്ല, അങ്ങനെയുള്ള ആ ഒരു രൂപത്തിലുള്ള രോഗമാണെങ്കിലും ശരി, സന്ദർശിക്കൽ എന്താവുന്നു, സുന്നത്തുണ്ട്. ബിഅയ്യകൂന മശഖത്തുൽ ഖുറൂജി വൽ മശീ മഅഹു കമശഖത്തിൽ മശീ ഫിൽ വഹലി ഫലാ അസറ ലിസുദാഇൻ വവജഇ റസ്സിൻ ഖഫീഫൈൻ. അപ്പോൾ ജുമുഅയിലേക്ക് പുറപ്പെടുന്നത് കാര്യമായൊരു വിഷമവും ബുദ്ധിമുട്ടൊക്കെ അവനക്ക് എന്താകുക, അനുഭവപ്പെടുക, പോകാൻ കഴിയുന്നില്ല. ഒരു വിധം കഴിയുമെങ്കിൽ അവൻ പോയിരുന്ന ആളാണ്. അവനക്ക് തലകറക്കം, അല്ലെങ്കിൽ ആരെയും പിടിച്ച് സഹായം വേണം, അല്ലെങ്കിൽ കാര്യമായ എന്തെങ്കിലും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമാണ്, അല്ലെങ്കിൽ പള്ളിയിൽ ചെല്ലുമ്പോൾ മൂത്രം സഹിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ വേറെ വല്ല ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവപ്പെടുകയാണ്. ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും അവനെ സന്ദർശിക്കലും ആ സന്ദർശനം കൊണ്ട് നേൽ പറയപ്പെട്ട പ്രതിഫലങ്ങളൊക്കെ കിട്ടും എന്ന് മാത്രമല്ല, അത് ഒഴിവാക്കൽ നമുക്ക് അനുവദനീയവുമല്ല. ഫലാ അസറ ലിസുദാഇൻ വവജഇ റസ്സിൻ ഖഫീഫൈനി. അതേ സമയത്ത് ചെറിയൊരു തലവേദന അല്ലെങ്കിൽ ചെറിയൊരു പല്ലുവേദന, അതൊന്നും സന്ദർശിക്കാൻ കാരണമായ രോഗങ്ങളല്ല. കാര്യമായ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴാണ് സന്ദർശിക്കേണ്ടത് എന്നർത്ഥം. വഖാല മുതഅഖിറു അഇമ്മത്തിന, നമ്മുടെ ഇമാമിങ്ങളിലെ പിൻതലമുറക്കാരിൽ നിന്നുള്ള പ്രഗത്ഭരായ കുറേ ഇമാമുകൾ പറഞ്ഞിരിക്കുന്നു, ഇന്നൽ ഇയാദത്ത യൗമൽ ജുമുഅത്തി അഫ്ളലു മിൻഹാ ഫീ ഗൈരിഹി. രോഗിയെ സന്ദർശിക്കാൻ ഏറ്റവും ഉത്തമമായ ദിവസമേതാണ് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് വെള്ളിയാഴ്ച ദിവസമാണ് രോഗികളെ സന്ദർശിക്കൽ ഏറ്റവും പ്രതിഫലമുള്ള ദിവസം. അന്ന് സന്ദർശിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് എന്ന. വെള്ളിയാഴ്ച ദിവസം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നാം മാറ്റി വെക്കണം. വയുസന്നുലിൽ ആയിദി അൻ യുതയ്യിബ നഫ്സഹു ബിദിക്രി ബഅദി സവാബിൽ മറളി. രോഗം കാണാൻ പോകുന്ന ആളുകൾക്ക് സുന്നത്തുണ്ട് അവൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുക. രോഗം കുറച്ച് ബുദ്ധിമുട്ടുക തന്നെയാണ്, നിങ്ങൾക്കതിൻ്റെ പ്രയാസമുണ്ട് എന്നൊക്കെ അറിയാം, പക്ഷേ നിങ്ങൾക്കുള്ള പ്രതിഫലം മതി, ശക്തമാണ്, ഭയങ്കരമായ പ്രതിഫലമാണ് നിങ്ങൾക്കുള്ളത്.
വസ്വബ്രി അലൈഹി, അതിൻ്റെ മേൽ ക്ഷമിക്കാനും ഒക്കെ പറയുക. നിങ്ങൾക്കുള്ള രോഗത്തിനേക്ക് അല്ലാഹു തആല വലിയ പ്രതിഫലം തരും, ദോഷങ്ങളെല്ലാം പൊറുക്കുന്നതാണ്, ഏത് രോഗമാണെങ്കിലും എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുക, അവനെ മനസ്സ് സന്തോഷം കൊടുക്കുക. വയുഹസ്സിന മുസ്തഹാഹു ഇല്ലം യദുറഹു, അവനിക്ക് ബുദ്ധിമുട്ടാക്കാത്ത രൂപത്തിലുള്ള അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അവനിക്ക് സംഘടിപ്പിച്ചു കൊടുക്കുക. ക്യാൻസർ രോഗികൾക്ക് ചിലപ്പോൾ എന്താവും, നല്ല സിഗരറ്റും അല്ല വീഡിയോ ഒക്കെ ഉണ്ടാവും, അതൊന്നും കൊടുക്കണം എന്നല്ല പറയുന്നത്. അവനെ ബുദ്ധിമുട്ടാക്കുന്ന കാര്യങ്ങളൊന്നും കൊടുക്കരുത്. ചിലപ്പോൾ സിഗരറ്റ് കൊടുക്കാൻ ഭയങ്കര ഇതുണ്ടാവും, അതൊന്നും നിരോധിച്ചിട്ടുണ്ടാവും. എനിക്കൊരു സിഗരറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതൊന്നും കൊടുക്കരുത്. എന്നതുപോലെ ഷുഗർ രോഗികൾക്ക് പഞ്ചസാര അല്ലെങ്കിൽ മധുരമുള്ള പലഹാരങ്ങളൊന്നും അങ്ങനെയുള്ളതൊക്കെ സൂക്ഷിക്കുക. അവനക്ക് ആഗ്രഹം ഉണ്ട് എന്നുള്ള നിലക്ക് അവൻ്റെ രോഗത്തിന്, അവൻ്റെ ശരീരത്തിനക്ക് ബുദ്ധിമുട്ടാക്കുന്ന കാര്യങ്ങളൊന്നും അവന് ആഗ്രഹിച്ചു എന്ന് കരുതിയിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ നിൽക്കണ്ട. അതല്ലാത്ത രൂപത്തിൽ അവൻ ആഗ്രഹിച്ച സംഗതികളൊക്കെ അവന് കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളത് വല്ലാത്ത പ്രതിഫലമുള്ള സംഗതിയാണ്. അവൻ്റെ മുമ്പിൽ വെച്ചാണ് നമ്മളിങ്ങനെ തേങ്ങി വിഷമം പ്രകടിപ്പിക്കാതിരിക്കുക. ധൈര്യത്തിൽ നിന്നോളൂ, നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ല, അൽഹംദുലില്ലാ, ഇതൊക്കെ നിങ്ങൾക്ക് ഖൈറിനാണ് പറഞ്ഞ് സമാധാനിപ്പിക്കാന്നല്ല. അവൻ്റെ കൂടെ നമ്മൾ പറയാമല്ലോ, വലിയ രോഗിയായല്ലോ അല്ലേ, എന്താന്ന് ചെയ്യുക, ഞങ്ങളെ കാര്യം പോക്കേനെയാണെന്ന് പറയണം. ഇങ്ങനെ അവൻ്റെ മുമ്പിൽ ഇങ്ങനെ തേങ്ങിക്കറിഞ്ഞ് അവനേക്കാളും പ്രയാസം നമുക്ക് ഉണ്ടാകാൻ നിൽക്കണ്ട. വഖദ് വല്ലത്തു മൻ നത്ലഖ കറാഹത്തഹു, അത് കറാഹത്താണെന്ന് പറയുന്നത് ശരിയല്ല, എങ്കിലും ചെറിയൊരു വിഷമമൊക്കെ പ്രകടിപ്പിച്ചാലും അത് അങ്ങനത്തെ ഒരു വലിയ വിഷമത്തിലൊന്നും എത്തിക്കണ്ട. നഅം മിൻ അംകനഹു അൻ യുർഷിദഹു ബിലുത്ഫിൻ ഇലാ അന്ന ദിക്റ ഔലാ ഫഅൽ, ദിക്ർ ചെല്ലാൻ അവനോട് പറയാൻ പറ്റുമെങ്കിൽ, അള്ളാഹുവിൻ്റെ സ്മരണ, പരിശുദ്ധമായ ദിക്റുകൾ അതിങ്ങനെ ചൊല്ലിക്കൂടി, വലിയ കൂലിയുള്ള സംഗതിയാണ്. ഈ സമയത്ത് പ്രത്യേകിച്ചും നിങ്ങൾ സാധാരണക്കാർ ചെല്ലുന്നത് പോലെയുള്ള അല്ല, അതിനേക്കാളും കൂടുതൽ പ്രതിഫലം കിട്ടും എന്നെല്ലാം പറഞ്ഞ് അവനെ ദിക്റിലേക്ക് പ്രേരിപ്പിക്കൽ അത് വലിയ നല്ല ഖൈറായ കാര്യമാണ്. എന്നതുപോലെ രോഗിയോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം, രോഗിയോട് ദുആക്കാൻ പറയണം, രോഗിക്ക് വേണ്ടിയിട്ടും നമുക്ക് വേണ്ടിയിട്ടും ഒക്കെ. കാരണം രോഗികളുടെ ദുആക്ക് ഇജാബത്തുണ്ട്. സ്വഹീഹായ ഹദീസ് വന്നിട്ടുണ്ട്, വഅന്നഹു കദുആഇൽ മലായിക, രോഗിയുടെ ദുആ മലക്കുകളുടെ ദുആ പോലെയാണ്. രോഗിയായി കിടക്കലോടുകൂടെ അല്ലാഹു തആലാക്ക് അവനോട് വല്ലാത്തൊരു കാരുണ്യം. അല്ലാഹു തആല അർഹമുർ റഹീമീൻ അല്ലേ. അള്ളാഹുവിൻ്റെ അടിമകൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമമാകുമ്പോൾ അല്ലാഹു തആലാക്ക് അതിൽ വലിയ കാരുണ്യം ഉണ്ടാവും. അതുകൊണ്ടാണ് അല്ലാഹു തആല അവൻ്റെ ദോഷങ്ങളെല്ലാം പുറത്തു കൊടുക്കുന്നത്. അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അല്ലാഹു തആല ഉടനടി അവൻ്റെ ദുആക്ക് ഇജാബത്ത് നൽകുന്നു. ഇപ്പൊ രോഗികളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക, അവരുടെ ദുആ, മലക്കുകളുടെ ദുആന്റെ പ്രതിഫലമുണ്ട്, പെട്ടെന്ന് ഇജാബത്ത് കിട്ടും. അവരുടെ സ്വന്തം കുടുംബങ്ങൾക്കാണെങ്കിലും രോഗികൾ ശ്രദ്ധിക്കേണ്ടതാണ്. രോഗികൾ നമ്മുടെ ആ സമയത്ത് പ്രത്യേകമായി ദുആ ചെയ്യാൻ നിൽക്കുക. കാരണം മനുഷ്യന് ശരീരത്തിനക്ക് വിഷമകരമാവുന്ന സമയത്ത് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതിനിങ്ങനെ വ്യാകുലപ്പെടാതെ ക്ഷമിക്കുക. ലോകത്തിൻ്റെ മേൽ ക്ഷമിക്കുന്നവർക്ക് വലിയ പ്രതിഫലമാണ്. ലോകത്തിൻ്റെ മേലുള്ള ഏത് മുസീബത്തിൻ്റെ മേലും ക്ഷമിക്കുന്നവർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രോഗിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയാറുണ്ടായിരുന്നു, ലാ ബഅസ തുഹൂർ, ലാ ബഅസ തുഹൂർ, പ്രശ്നമാക്കണ്ട, ഇത് തുഹൂറാണ്, ഇൻഷാ അല്ലാഹ്, ലാ ബഅസ തുഹൂർ ഇൻഷാ അല്ലാഹ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയാറുണ്ടായിരുന്നു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ മറലുക്ക യുതഹിറു മിന ദുനൂബ്, മോനെ നിങ്ങളുടെ ഈ രോഗത്തിൽ നിന്ന് നിങ്ങളെ ശുദ്ധിയാക്കും കേട്ടോ എന്നാണ് പറഞ്ഞത്. രോഗമായതുകൊണ്ട് ശാരീരികമായ വിഷമങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ നിങ്ങളുടെ ദോഷത്തിൽ നിന്ന് അല്ലാഹു തആല നിങ്ങളെ ശുദ്ധീകരിക്കും ഈ രോഗം എന്ന് പറയൽ സുന്നത്തുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് ഒരു ഹദീസ് സ്വഹീഹായി വന്നിരിക്കുന്നു, ആരെങ്കിലും രോഗികളുടെ അടുത്തേക്ക് പോകുമ്പോൾ അസ്അലുല്ലാഹൽ അളീം റബ്ബൽ അർശിൽ അളീം അൻ യുആഫിയക വയശ്ഫിയക, അവൻ്റെ കൈ പിടിച്ച് ഹസ്തദാനം ചെയ്ത് തൊടാൻ പറ്റുന്ന രോഗികളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അവനിലേക്ക് രോഗം പകരുകയോ അല്ലെങ്കിൽ അവനിൽ നിന്ന് നമ്മളിലേക്ക് രോഗം പകരുകയോ ചെയ്യുന്ന അവസ്ഥയിലാവരുത്. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ സ്പർശിക്കണ്ട. കോവിഡ് പോലത്തെ മാരക രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പകർച്ചവ്യാധി ഉണ്ടാകുമ്പോൾ തൊടാതിരിക്കലാണ് ഉത്തമം.
അല്ലാത്തവർ തൊടാൻ പറ്റുന്നതാണെങ്കിൽ അവൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക, അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യുആഫിയക വയശ്ഫിയക. അലീമായ റബ്ബിനോട്, റബ്ബുൽ അർശിൽ അലീമായ റബ്ബിനോട്, അർശിൻ്റെ വണ്ണമാക്കപ്പെട്ട അർശിൻ്റെ റബ്ബിനോട് ഞാൻ ചോദിക്കുന്നു മോനെ, അൻ യുആഫിയക വയശ്ഫിയക, നിനക്ക് ആഫിയത്ത് നൽകാനും നിനക്ക് ശിഫ നൽകാനും ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു എന്ന് 7 പ്രാവശ്യം അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞാൽ ലം യഹ്ളുറുഹു ഇൻദ മരീദിൻ, ഒരു രോഗിയുടെ അടുത്ത് വെച്ച് അങ്ങനെ പറഞ്ഞാൽ ലം യഹ്ളുറുഹു അജലുഹു, പെട്ടെന്നൊന്നും മരിക്കൂല എന്ന. അവൻ്റെ അജൽ അവനക്ക് എത്തൂല, അവനക്ക് ശിഫ നൽകും. അഅഫാഹുല്ലാഹു മിൻ മറളിഹി, അവൻ്റെ ആ രോഗത്തിൽ നിന്ന് അല്ലാഹു തആല അവനെ അത്ഭുതകരമായിട്ട് അല്ലാഹു തആല അവനക്ക് ശിഫ നൽകും, ആഫിയത്ത് നൽകും എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. മനസ്സിലായോ? അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഏത് രോഗികളുടെയും സന്ദർശിക്കുക, അതിൽ അവനിക്കും ഒരേ ആശ്വാസമാണ്, നമുക്ക് സന്ദർശിക്കുന്നവർക്കും ഒരുപാട് പ്രതിഫലമാണ്. ഇപ്പം ഏത് രോഗികളുടെയും പ്രത്യേകിച്ച് കുടുംബങ്ങളുണ്ടെങ്കിൽ പോവാതിരിക്കരുത്. ഒന്ന് ഇടവിട്ട് ദിവസങ്ങളിൽ അവനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിലും രോഗികൾ നിരോധിച്ചിട്ടില്ലെങ്കിലും ഒക്കെ പോയി സന്ദർശിക്കുക. അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. നമ്മളെ കൊണ്ട് അവനക്ക് കൂടുതൽ സന്തോഷവും ഈനാസും നേരമ്പൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ അവിടെ ഇരിക്കുക, അല്ല എങ്കിൽ കൂടുതൽ ഇരിക്കാതിരിക്കുക. ഇന്നിത്യാദി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.